നീ എന്താ അപ്പോ ആലോചിക്കുന്നത്? ഞാൻ വീപ്പി നിന്നോട് ചോദിച്ച കാര്യത്തെപ്പറ്റി ആലോചിക്കായിരുന്നു. അങ്ങനെ ഒരു ചോദ്യം വീപ്പിയുടെ ഭാഗത്തുനിന്നുണ്ടായെങ്കിൽ തീർച്ചയായും വീപ്പിയുടെ മനസ്സിലെ ആഗ്രഹവും അത് തന്നെ ആയിരിക്കുമല്ലോ. അപ്പോ വീണ്ടും ഒരു യുദ്ധത്തിന് കളമൊരുക്കാനായിട്ട് തന്നെ വീപ്പിയുടെ ക്ഷണം. ഏയ്, അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. അപ്പോ അങ്കിൾ എന്നോട് ഏത് ജെൻഡറിൽ നിന്നെ കാണാൻ എനിക്കിഷ്ടമെന്ന് ചോദിച്ചത് നീ കരുതും പോലെ മനസ്സിലൊന്നും വെച്ചിട്ടാവില്ല. ഏതൊരു അച്ഛനും അമ്മയും ആഗ്രഹിക്കുന്നത് സ്വന്തം മക്കളെ ജനിച്ച ജെൻഡറിൽ തന്നെ കാണാനാവില്ലേ? അതുപോലെ വീപ്പി അങ്കിളും അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ടാവും. അതിപ്പോ അങ്കിളും ആന്റിയും മാത്രല്ല, ഞാൻ പോലും വളരെ സിൻസിയറായിട്ടാ അങ്കിളിനോട് അങ്ങനെ ഒരു മറുപടി പറഞ്ഞത്. പക്ഷെ നിന്റെ ആഗ്രഹത്തിനൊപ്പം സ്വിച്ച് ഓവർ ചെയ്യാൻ എനിക്കും ഗീതാന്റിക്കൊക്കെ വളരെ വേഗം കഴിഞ്ഞു. അങ്കിളിന് അന്നത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അന്ന് മാത്രമല്ല മാളു, സത്യസന്ധമായി പറഞ്ഞ വീപ്പിക്ക് അത് ഇപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. ഇനിയൊട്ടും സാധിക്കുമെന്ന് എനിക്ക് വിശ്വാസമില്ല. പിന്നെ കഴിയുമെന്നും സാധിക്കുമെന്നും ഒക്കെ വീപ്പി പറയുന്നത് വെറും നാട്യോ. എന്നെ ആ വീട്ടിലേക്ക് കൊണ്ടുവരാനുള്ളൊരു തന്ത്രം. ആ ചൂണ്ടയിൽ കൊത്താൻ എനിക്ക് താല്പര്യമില്ല. അങ്കിള് പറഞ്ഞത് ഒരു തട്ടിപ്പായിട്ട് എനിക്ക് തോന്നുന്നില്ല. അങ്കിളുടെ ആ ചോദ്യം എന്നെ ഡിസ്റ്റർബ് ചെയ്തു മനസ്സിലായിട്ടാവുമല്ലോ രണ്ടാമതും എന്നെ വിളിച്ച് അത് ക്ലാരിഫൈ ചെയ്തത്. പിന്നെ നീ നിന്റെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുന്നിടത്തോളം നിന്നെ ഒരിക്കലും ഫോഴ്സ് ചെയ്യോ കമ്പൽ ചെയ്യോ ചെയ്യില്ലെന്ന് തീർത്ത് പറയുകയും ചെയ്തല്ലോ. മനസ്സിൽ നീ സംശയിക്കും പോലെ മറ്റെന്തെങ്കിലും ഗൂഢലക്ഷ്യം ഉണ്ടെങ്കിൽ ഒരിക്കലും അങ്കിളുടെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു ഉറപ്പ് എനിക്കോ നിനക്കോ കിട്ടില്ലല്ലോ. അപ്പോ നീ പറയുന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് മാളു. പക്ഷേ തിളച്ച വെള്ളത്തിൽ വീണ പൂച്ചയുടെ അവസ്ഥയാണല്ലോ എൻ്റേത്. ഒരിക്കൽ വല്ലാതെ പൊള്ളിയതുകൊണ്ട് ഇനി എത്ര ആത്മാർത്ഥത കാണിച്ചാലും സംശയത്തോടെ അല്ലാതെ എനിക്ക് വീപ്പിയെ കാണാൻ കഴിയില്ല. അതുകൊണ്ട് ഇനിയൊരു ഭാഗ്യ പരീക്ഷണത്തിന് ഞാൻ ഇല്ല മാളു. അതിലും വലിയ റിസ്ക് അല്ലേ അപ്പോ നീ ഇപ്പൊ എടുക്കുന്നത്? അമ്പി മാമനും സഹായത്തിനൊരു ഹോം നഴ്സും ഉണ്ടെന്ന് വെച്ച് ഈ ട്രീറ്റ്മെന്റിന്റെ നൂലാമാലകളൊക്കെ നീ എങ്ങനെ തരണം ചെയ്യും? അതിനേക്കാൾ എത്രയോ നല്ലതാ നീ ഇപ്പൊ വീപ്പി അങ്കിളിനെ വിശ്വാസത്തിലെടുക്കുന്നത്. വീട്ടുകാരുടെ സപ്പോർട്ടും സഹായവും ഉണ്ടെങ്കിൽ ഈ സർജറി നിനക്ക് വളരെ ഈസിയായി നടത്താവുന്നല്ലേ ഉള്ളൂ. അതിന്റെ ഒരു സേഫ്റ്റിയും സെക്യൂരിറ്റിയും വേറെ എങ്ങു നിന്നും കിട്ടില്ല. അപ്പോ അതുകൊണ്ട് കൂടിയാ ഞാൻ നിന്നെ ഈ കാര്യത്തിൽ നിർബന്ധിക്കുന്നത്. ഓക്കെ, ഞാനും അത് സമ്മതിക്കുന്നു മാളു. ഒരു കാര്യം ചോദിക്കട്ടെ നിന്നോട്. വീപ്പി എൻ്റെ ആഗ്രഹങ്ങൾക്കൊപ്പം നിൽക്കുന്ന നിനക്ക് 100% ഉറപ്പുണ്ടോ? ഞാൻ ചോദിക്കുന്നത് ഒരു 10% കുറിച്ചാണ്. പോട്ടെ, ഒരു 70 to 80% അത്രയെങ്കിലും ഷുവർട്ടി ഉണ്ടോ നിനക്ക്? അതും പോട്ടെ, ഇനിയും താഴോട്ട് വന്നാ ഒരു 50 ചാൻസ് അത്രയെങ്കിലും നിനക്ക് ഉറപ്പുണ്ടോ? അങ്ങനെ ഉറപ്പുണ്ടോന്ന് ചോദിച്ചാ എനിക്ക് തോന്നുന്നത് അതൊരു തോന്നല് മാത്രമായ പോരമാണ്. എനിക്ക് വേണ്ടത് ഉറപ്പാ. ഒരു കോൺക്രീറ്റ് എഗ്രിമെന്റ്. രേഖയായിട്ട് വേണ്ട, വാക്കാൽ മതി. അത് വീപ്പിയിൽ നിന്ന് മാത്രം പോരാ, വീപ്പിക്ക് വേണ്ടി വാദിക്കുന്ന നീ ഉൾപ്പെടെയുള്ള എല്ലാവരിൽ നിന്നും. ഇപ്പൊ ചോദിച്ചപ്പോ നീ പോലും ഒന്ന് പതറിപ്പോയില്ലേ? അപ്പോ എന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. ഇനിയും എന്റെ പേരിൽ ആ വീട്ടിലൊരു നാടകം അരങ്ങേറിക്കൂടാ. ആ മുരളിയോ? ജോബിൻ പറഞ്ഞിരുന്നു വരുമെന്ന്. വാ ഇരിക്ക. പിന്നെ എന്തൊക്കെയാ അവിടുത്തെ വിശേഷങ്ങള്? മാളു എന്തു പറയുന്നു? അവളിപ്പോ ഓക്കെ ആയില്ലേ? ഇപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പുവായിട്ട് എപ്പോഴും സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ടുള്ളൊരു ഗുണമെന്ന് പറഞ്ഞ അവളുടെ ട്രാജഡി ഏകദേശം മറന്ന മട്ട. അതൊരു കണക്കിന് നല്ലത് തന്നെയാ മുരളി. അതുകൊണ്ടാ അവൾ അങ്ങനെ ഒരു ആവശ്യം പറഞ്ഞപ്പോ ഞാനും ജോബിനും അത് സീരിയസ് ആയിട്ട് തന്നെ എടുത്തത്. അല്ലെങ്കിൽ ആ സമയത്ത് ഇങ്ങോട്ട് വന്നിരുന്നെങ്കിലും ആ വിഷയം തന്നെയാവും അവൾക്ക് എപ്പോഴും സംസാരിക്കാനുണ്ടാവുക. പിന്നെയും മനസ്സിൽ ഡിപ്രസ്ഡ് ആവുകയുള്ളൂ. ഇതിപ്പോ അപ്പുവിന്റെ കാര്യത്തിനു വേണ്ടി അവൾ ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് കൊണ്ട് മറ്റൊന്നും ആലോചിക്കാൻ സമയമില്ലല്ലോ. അങ്കിൾ ഇപ്പൊ എത്തിയുള്ളോ? അതെ ജോബിൻ, ഞങ്ങൾ മാളുവിന്റെ കാര്യം പറയായിരുന്നു. അവൾ എന്നെ വിളിച്ച് എല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്.
വിജയങ്ങളിപ്പോ കൂടെ കൂടെ അപ്പുവിനെ വിസിറ്റ് ചെയ്യുന്നുണ്ടല്ലേ? എന്നാണ് ഞാനും അറിഞ്ഞത്. വിസിറ്റ് ചെയ്യുക മാത്രമല്ല, അപ്പുവിനെ തിരികെ കൊണ്ടുവരാൻ നല്ല രീതിയിൽ ശ്രമിക്കുന്നുമുണ്ട്. അതിന് വിജയ്ക്ക് സാധിച്ചാൽ അതൊരു നല്ല കാര്യം തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അത് അത്ര പെട്ടെന്ന് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ടീച്ചറെ. അപ്പുവിന്റെ വാശിയെക്കുറിച്ച് ഞാൻ പറയാതെ തന്നെ ടീച്ചർക്ക് അറിയാമല്ലോ. അതുമാത്രമല്ല, കഴിഞ്ഞ കാര്യങ്ങൾ വീപ്പിക്ക് ഓർമ്മയില്ലെങ്കിലും അപ്പുവിന് നല്ല ഓർമ്മയുണ്ടാവുമല്ലോ. അതൊക്കെ അപ്പോഴത്തെ ഒരു അവിവേകത്തിന് ചെയ്തു പോയതാണെന്ന് അപ്പുവിന് റിയലൈസ് ചെയ്യാൻ പറ്റിയാൽ ഒരുപക്ഷെ അപ്പു തിരിച്ചു വന്നേക്കും. മാളു അതിനുവേണ്ടി നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ അപ്പുവിനൊരു പകുതി മനസ്സുണ്ടെന്ന് അവള് പറയുന്നത്. മാളുവിന് വേറെ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ലല്ലോ? ഏയ്, അവൾക്ക് കുഴപ്പമൊന്നുമില്ല. ഞാനും അമ്മയും ഇന്ന് ഈവനിങ് അങ്ങോട്ട് ഇറങ്ങാനിരിക്കുകയായിരുന്നു. അതിനെന്താ, ഞാൻ വന്നെന്ന് കരുതി നിങ്ങളുടെ ആ വരവ് മുടക്കണ്ട കേട്ടോ. ഗീത എന്തോ പാർലറോ മറ്റോ തുടങ്ങാൻ പോകുന്നു ഇവൻ പറഞ്ഞു. അങ്ങനെ ഒരു ശ്രമം ഗീതയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട്. മാളുവിനോടാ ഗീത ഷെയർ ചെയ്തത്. നമ്മളോട് നേരിട്ട് ചോദിച്ചില്ലെങ്കിലും അറിഞ്ഞ സ്ഥിതിക്ക് എന്തെങ്കിലും ഒരു സഹായം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമല്ലോ. മാത്രമല്ല, മാളു അങ്ങനെ ഒരു ആഗ്രഹം പറയുകയും ചെയ്തു. അതുകൊണ്ട് ഞാനും അശ്വതിയും കൂടെ ആലോചിച്ച് ഒരു എമൗണ്ട് കൊടുക്കണമെന്ന് വിചാരിക്കുന്നു. അക്കാര്യം നിങ്ങളോട് പറയാൻ കൂടിയാ ഞാൻ വന്നത്. എന്താ ഇത് മുരളി, ഇതൊക്കെ ഞങ്ങളോട് ആലോചിക്കേണ്ട കാര്യമുണ്ടോ? ഇനി ആലോചിച്ചാൽ തന്നെ ഞങ്ങൾ വേണ്ടാന്ന് പറയുന്ന വിചാരിച്ചിരിക്കുന്നേ. എന്തെങ്കിലും തരത്തിൽ ഗീതയെ സഹായിക്കാൻ ഒരു വഴിയുണ്ടോന്നാ ഞങ്ങളുടെയും ആലോചന. അല്ല, നിങ്ങൾ എതിരൊന്നും പറയില്ല എന്ന് ഞങ്ങൾക്കറിയാം. എങ്കിലും ചോദിക്കേണ്ടുന്ന കടമ ഞങ്ങളുടെ ആണല്ലോ. അങ്കിൾ മാളുവിന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു. സഹായം ഒരു സർപ്രൈസ് ആക്കി വെച്ചിരിക്കുകയാണല്ലേ? അത് മാളുവിന്റെ ബുദ്ധിയാ. അതേതായാലും നന്നായി അങ്കിൾ. അല്ലെങ്കിൽ ഗീത ആന്റി അത് വാങ്ങില്ലെന്നുള്ള കാര്യം ഉറപ്പാ. നിങ്ങൾ സംസാരിക്കേ, ഞാൻ മുരളിക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. പിന്നെ ഇതിൻ്റെ ഇടയിൽ മറ്റൊരു ഡെവലപ്മെന്റ് ഉണ്ടായി. എന്താ അങ്കിൾ? ജോബിൻ ബാ, നമുക്ക് പുറത്തേക്ക് നിൽക്കാം. തൽക്കാലം ഇത് ടീച്ചർ അറിയണ്ട. എന്താ അങ്കിൾ, എന്താ കാര്യം? മാളുവിന് എന്തെങ്കിലും? ഏയ്, മാളുവിന്റെ കാര്യത്തിൽ പേടിക്കാനൊന്നുമില്ല. ഞാൻ പറയാൻ വന്നത് ആ അരുൺ ഭാസ്കറിന്റെ കേസിന്റെ കാര്യത്തിൽ പുതിയ ചില നീക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പുതിയ നീക്കം എന്ന് പറയുമ്പോൾ? അരുണിന്റെ ഫ്രണ്ട് ഒരുത്തൻ കൂട്ടുപ്രതിയായിട്ടുണ്ടായിരുന്നല്ലോ, ഒരു സാംകുട്ടി. അതെ, അവനെ ഒളിവിലല്ലേ ഇപ്പോ? ഒളിവിലാണെന്ന് പോലീസ് പറയുന്നല്ലേ. അവന്റെ വീട്ടുകാരുടെ സ്വാധീനം ഉപയോഗിച്ച് രണ്ടാള് സേഫ് കസ്റ്റഡിയിൽ ഉണ്ടാവുമെന്ന് അഡ്വക്കേറ്റ് നന്ദൻ സംശയിച്ചിരുന്നു. നന്ദന്റെ ആ സംശയം ശരിവെക്കും പോലുള്ള നീക്കമാണ് ഇപ്പോൾ ഉണ്ടായത്. എന്താ അങ്കിൾ, അവരാരെങ്കിലും മാളുവിനെ അങ്കിളിനെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചോ? സാംകുട്ടിയുടെ അച്ഛൻ ഫിലിപ്പോസ് എന്നെ വന്ന് കണ്ടിരുന്നു. മാളു ഇക്കാര്യമൊന്നും അറിഞ്ഞിട്ടില്ല. ഞാൻ ജോബിനോട് മാത്രമാണ് ഇക്കാര്യം ഷെയർ ചെയ്യുന്നത്. എന്തായിരുന്നു അയാളുടെ ആവശ്യം? ആവശ്യം കേസിൽ നിന്ന് പിന്മാറണമെന്ന് തന്നെയാ. ആദ്യം വളരെ അനുനയമട്ടില്ല അയാൾ സംസാരിച്ചു തുടങ്ങിയത്. സാക്ഷിയാകെ നിന്ന് പിന്മാറണമെന്നും അതിന് തയ്യാറായ അവരുടെ ഭാഗത്ത് നിന്ന് എന്ത് വിട്ടുവീഴ്ച ഉണ്ടാവുമെന്നുമായിരുന്നു സംസാരത്തിന്റെ ധ്വനി. അവരുടെ ഭാഗത്ത് നിന്ന് എന്ത് വിട്ടുവീഴ്ച? അല്ലെങ്കിൽ തന്നെ അങ്ങനെ ഒരു കോംപ്രമൈസിന് നമ്മൾ ആവശ്യപ്പെടുകയോ ആഗ്രഹിക്കുകയോ ചെയ്തില്ലല്ലോ. അല്ല, എന്നിട്ട് അങ്കിൾ എന്ത് പറഞ്ഞു? ഞാനൊരടുപ്പവും കാണിച്ചില്ല. ഒരു രീതിയിലും ഞാൻ വഴങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ ആളല്പം ഭീഷണിയുടെ ലെവലിലായി. അങ്കിൾ ആ ഒരു നിലപാട് തന്നെ നിന്നാൽ മതി. ഒരു രീതിയിലും നമ്മൾ വഴങ്ങുന്നില്ല എന്ന് മനസ്സിലാവുമ്പോൾ പ്രലോഭനവും ഭീഷണിയെല്ലാം വെറുതെയാണെന്ന് അവർക്ക് മനസ്സിലാവും. ആളുടെ വരവും മട്ടും ഭാവവും ഒക്കെ കണ്ട് അത്ര പെട്ടെന്ന് തോൽവി സമ്മതിക്കുന്ന കൂട്ടത്തിലല്ലെന്നാ തോന്നുന്നത്. സംസാരത്തിലും അങ്ങനൊരു ധ്വനിയാ ഉണ്ടായത്. ഏതായാലും ഈ കാര്യം ജോബി നന്ദനുമായിട്ടൊന്ന് സംസാരിക്കണം. ഈ വരവിന് പിന്നിൽ മറ്റെന്തെങ്കിലും സാധ്യതയുണ്ടോന്നറിയാലോ. മറ്റെന്ത് സാധ്യത? അല്ല, അങ്കിൾ എന്താ ഉദ്ദേശിക്കുന്നത്? അല്ല, അവരുടെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു നീക്കം ഇങ്ങോട്ടുണ്ടാവുമ്പോൾ ഒരു കോംപ്രമൈസിനെ പറ്റിയാണ് അങ്കിൾ ചിന്തിക്കുന്നതെങ്കിൽ നന്ദൻ സാർ അതിനൊരിക്കലും തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നോനോ, അങ്ങനെ ഒരു ഒത്തുതീർപ്പിനെ പറ്റിയല്ല ഞാൻ സൂചിപ്പിച്ചത്. പിന്നെ അവരുടെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു നീക്കം ഉണ്ടായപ്പോൾ നമ്മുടെ ഭാഗത്തുനിന്നും ഒരു ഡിഫൻസ് ഉണ്ടാവണമല്ലോ. അതല്ല, അവരെ പോലെ ഔട്ട് ഓഫ് ദ കോർട്ട് സെറ്റിൽമെന്റിന് നന്ദൻ വില്ലിംഗ് ആണെങ്കിൽ? ഇല്ലെങ്കിൽ
നന്ദൻ സാർ അതിന് തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കേസുമായി രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് സാറിന്റെ ശ്രമം. എന്തായാലും നന്ദനോട് ഇക്കാര്യം ജോബിനൊന്ന് സൂചിപ്പിക്കാം. നിങ്ങളാവുമ്പോൾ കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് ഇടപഴകാമല്ലോ. നന്ദന്റെ റെസ്പോൺസ് എന്താണെന്ന് അറിഞ്ഞിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം. ഞാൻ സംസാരിക്കാം. എന്താ രണ്ടാളും കൂടി ഒരു സീരിയസ് ഡിസ്കഷൻ? ഏയ് ഒന്നുമില്ല മമ്മി, ഞങ്ങള് ആ കേസിന്റെ കാര്യം ഒന്ന് ഡിസ്കസ് ചെയ്യായിരുന്നു. ആ പയ്യന്മാരെ പറ്റി പിന്നെ ഒരു വിവരവും ഇല്ല അല്ലേ മുരളി? അവരിപ്പോഴും ഒളിവിൽ തന്നെയാണോ? അതേന്നാ പോലീസ് പറയുന്നേ. എന്തായാലും നന്ദൻ ആ കേസിന് പിന്നാലെ ഉള്ളത് നന്നായി. ഇനി ഒരാളോടും ആ കുട്ടികൾ ഇങ്ങനൊരു അഹമ്മതി കാണിക്കില്ലല്ലോ. എന്തായാലും ജോബിൻ നന്ദനെ കാണുമ്പോൾ കേസിന്റെ കാര്യം ഒന്ന് സംസാരിക്കാം. നമ്മളായിട്ട് എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എന്ന് അറിയാലോ. ഞാൻ സംസാരിക്കാം. ഇന്ന് നിങ്ങൾ വീട്ടിലേക്ക് വരില്ലേ? ആ വരാം അങ്കിൾ. ഞാൻ മാളുവിനെ വിളിച്ച് പറയാം. എന്നാ വാ ചായ കുടിക്കാം. ആ വാ. ഹലോ, ആ റിച്ചാർഡേ, ഞാൻ പാർട്ടിയും കൊണ്ട് അരമണിക്കൂറിനകം അവിടെ വരും. ആ സ്പോട്ടിൽ തന്നെ കാണുമല്ലോ അല്ലേ? ആ ആദ്യം നമുക്ക് ഹോസ്പിറ്റലിനടുത്തുള്ള ബിൽഡിംഗ് നോക്കാം. അത് കഴിഞ്ഞ് പാലത്തിനടുത്ത് നോക്കിയാൽ മതി. ആ താനങ്ങോട്ട് വയ്ക്കോ, ഞങ്ങൾ ഇപ്പോൾ അവിടെ എത്തും. ആ ചടയിൽ നിന്ന് ആയിക്കോട്ടെ. ഓക്കെ. നമസ്കാരം സാർ. നമസ്കാരം. ആരാ? എന്തു വേണം? അയ്യോ, അപ്പം ഞാൻ വരുന്ന കാര്യം സാറ് വിളിച്ച് പറഞ്ഞില്ലായിരുന്നോ? ചേടാ, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. നമ്മളൊരു ബിൽഡിംഗ് നോക്കുന്ന കാര്യം പറഞ്ഞില്ലായിരുന്നോ? ബിൽഡിംഗ് നോക്കാനാ? സോറി, നിങ്ങൾക്ക് വീട് മാറിയതാവാം. ഇവിടെ ആരും അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. അല്ല, ഇത് ഗീതാലക്ഷ്മി മാഡത്തിന്റെ വീടല്ലേ? ആ അതെ. സാറ് ഗീതാലക്ഷ്മി മാഡത്തിന്റെ ഭർത്താവല്ലേ? അല്ല, ഗീതാലക്ഷ്മി മാഡം എൻ്റെ ഭാര്യയാണ്. നിങ്ങൾക്കിപ്പോൾ എന്താ വേണ്ടത്? അപ്പോൾ വീട് ഇത് തന്നെ. എൻ്റെ സാറേ, ഞാൻ നമ്മുടെ വക്കീൽ നന്ദൻ സാറ് പറഞ്ഞിട്ട് വന്നതാ. ഇവിടുത്തെ മാഡത്തിന് ബ്യൂട്ടി പാർലറോ കടയോ എന്തോ തുടങ്ങാൻ വേണ്ടി പറ്റിയൊരു കെട്ടിടം തപ്പിക്കൊടുക്കണമെന്ന് പറഞ്ഞായിരുന്നു. സിറ്റിക്കകത്തൊന്നും വേണ്ടെന്ന് നന്ദൻ സാറ് പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാ. നമ്മുടെ ബജറ്റിൽ ഒതുങ്ങുന്ന 3-4 കെട്ടിടം എൻ്റെ കെയർ ഓഫിലുണ്ട്. ഒന്ന് നമ്മുടെ ഉപ്പിടാമൂട് പാലത്തിനടുത്ത കോടതി റോഡിലേക്ക് കയറുന്നതിൻ്റെ തൊട്ട് വലത്തെ പുറത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിനോട് ചേർന്ന പുതിയ 2 നില കെട്ടിടം നമ്മുടെ ഒരു പാർട്ടിയുടെ പാർലർ തുടങ്ങാൻ പറ്റിയ നല്ല പുതുപുത്തൻ കെട്ടിടം. പെയിന്റിങ് നടന്നുകൊണ്ടിരിക്കുക. പക്ഷെ അത് കാര്യമാക്കണ്ട. പണി കംപ്ലീറ്റ് ഫിനിഷ് ചെയ്ത് ഈ 25-ാം തീയതിക്കുള്ളിൽ താക്കോല് കൈ തരും. അഡ്വാൻസ് 2ഉം വാടക 30ഉം ചോദിക്കുന്നത്. പിന്നെ നന്ദൻ സാറിൻ്റെ ആളായതുകൊണ്ട് ഞാനും ഒന്ന് ചവിട്ടിപ്പിടിച്ച് നോക്കാം. സുഹൃത്തെ, നിങ്ങൾ ഈ പറഞ്ഞ ബിൽഡിങ്ങും ബ്യൂട്ടി പാർലറും നോക്കാൻ ഇവിടെ ആരെയും ഏൽപ്പിച്ചിട്ടില്ലെന്നേ. അതെന്തു പറച്ചില്ലേ സാറേ? സാറിന് നമ്മുടെ വക്കീൽ നന്ദൻ സാറിനെ അറിഞ്ഞൂടെ? അറിയാമെങ്കിൽ. എന്നാലേ വക്കീൽ സാറാ ഇവിടുത്തെ മാഡത്തിന് വേണ്ടി വാടകയ്ക്ക് ഒരു കെട്ടിടം നോക്കണമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചത്. നന്ദൻ സാറ് കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്കത് വേണ്ടെന്ന് വെക്കാൻ പറ്റില്ല. ഞങ്ങൾ തമ്മിലുള്ള ഇരിപ്പോശം അങ്ങനെയാ. സത്യത്തിൽ ഇന്നലെ വരണമെന്ന് വിചാരിച്ചതാ. പക്ഷേ വെമ്പായത്ത് നമ്മുടെ ഒരു പാർട്ടിയുടെ കയറി താമസം ഉണ്ടായിരുന്നു. അവിടുന്ന് കാപ്പുടിയും സൽക്കാരവും ഒക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ലേറ്റായി. അതുകൊണ്ടാണ് രാവിലെ തന്നെ ഇങ്ങ് പോകുന്നത്. അല്ല, മാഡത്തിനെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ 2-3 ആൾക്കാരെയൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. ലേറ്റായ അവന്മാരെല്ലാം പൊക്കളയും. സാറ് വരുന്നുണ്ടോ? ഇല്ല. ഓട്ടോ എത്തിയിട്ടുണ്ട്. ഓ, അയാളാണോ? ശരി, ഞാൻ പോയി കണ്ടിട്ട് വിളിക്കാം. ശരി. സാറ് മാഡത്തെ ഒന്ന് വിളിക്കാമോ? നന്ദകുമാർ പറഞ്ഞു വിട്ട ആളാണോ? അതെ മാഡം, സുരേന്ദ്രൻ. ബ്രോക്കർ സുരേന്ദ്രൻ എന്ന് പറഞ്ഞാലേ നമ്മുടെ ഇടയിൽ അറിയൂ. നന്ദ സാർ നമ്മുടെ സ്വന്തം കക്ഷിയാ. മാഡത്തിനൊട്ട് നഷ്ടമുണ്ടാകാത്ത രീതി വേണം എല്ലാം ഡീൽ ചെയ്യാനെന്ന് സാറ് പ്രത്യേകം പറഞ്ഞിരിക്കുക. ഞാൻ ആ പാർലർ തുടങ്ങുന്ന കാര്യം പറഞ്ഞിരുന്നില്ലേ?
അതിന്റെ ഒരു ബിൽഡിംഗ് നോക്കാൻ. മനസ്സിലായി. എല്ലാം നമ്മുടെ നന്ദകുമാർ സാറിന്റെ കെയർ ഓഫ് അല്ലേ? പിന്നെ സാറിനോട് ആരെങ്കിലും ഒരു സഹായം ചോദിച്ചാ പിന്നെ ചത്തു നിന്നോളും. അതൊക്കെയാ സാറേ ഞങ്ങൾക്ക് നന്ദ സാറിന് വലിയ കാര്യം. സഹായം ചോദിച്ചു ചെല്ലുന്നവരുടെ വലിപ്പ ചെറുപ്പമൊന്നും നന്ദ സാറ് നോക്കാറില്ല. മാഡം നമുക്ക് പോയാലോ? ഇപ്പി ഞാൻ പോയിട്ട് വരാം. ശരി, നടക്കട്ടെ. ഇത് കഴിച്ചോ. കോൾഡ് ഉണ്ടെങ്കിലേ ഇന്നലത്തെ പോലെ ഇന്ന് നടക്കാൻ ഇറങ്ങേണ്ട കേട്ടോ. വേണമെങ്കിൽ മുറ്റത്ത് 1-2 റൗണ്ട് നടന്നാ മതി. എന്റെ കമലേച്ചി, രാവിലെ എഴുന്നേറ്റപ്പോ കോൾഡ് ഉണ്ടോന്നൊരു സംശയം പറഞ്ഞു പോയതിന് എന്നെ ഇങ്ങനെ ഒരു മഹാരോഗിയാക്കി മാറ്റല്ലേ? എനിക്ക് ഒരു കുഴപ്പമില്ല. ഓവ്, ഞാൻ പറഞ്ഞാ കേക്കില്ലെന്നറിയാം. എന്നാലും പറയേണ്ടത് എന്റെ കടമയാണല്ലോ. ഒരു മിനിറ്റേ. ആ സതീഷേട്ടാ, എത്തിയോ? എപ്പോ? ഇല്ല, വിളിച്ചില്ല. എന്നിട്ടിപ്പോ ഹോസ്പിറ്റലിലാണോ? സീരിയസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ സതീഷേട്ടാ? ശരി, ഞാൻ പോവാം. ഇല്ല, ഞാൻ വിളിക്കാം. ഓക്കെ. എന്താ കമലേച്ചി, ആരോ വിളിച്ചേ? സതീഷേട്ടൻ, എന്റെ അമ്മാവന്റെ മോനാ. ആള് ഷാർജയില. ഞങ്ങളുടെ തൊട്ടപ്പുറത്തെ താമസം. ഇന്ന് കാലത്ത് അമ്മാവനൊരു ആക്സിഡന്റ് പറ്റിയെന്നു. കൊച്ചുമോനെ സ്കൂളിൽ വിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഏതോ കാറ് തട്ടിയെന്നാ പറഞ്ഞേ. ആളിപ്പോ ഹോസ്പിറ്റലില്. എന്നോട് അങ്ങോട്ട് ചെല്ലാൻ പറയാൻ വിളിച്ചതാ. കമലേച്ചി എന്നാ വേഗം പോവാൻ റെഡി ആയിക്കോ. അല്ലപ്പോ ഞാൻ പോയാ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ പകരം ആളിനെ അറേഞ്ച് ചെയ്യണ്ടേ? എന്താ കമലേ പ്രശ്നം? കമലേച്ചിക്ക് അത്യാവശ്യമായിട്ട് നാട് വരെ ഒന്ന് പോണം അമ്പിമാമ. ആണോ? എന്തു പറ്റി കമല? അമ്മാവന് ഇന്ന് രാവിലെ ഒരു ആക്സിഡന്റ് പറ്റി സാറേ. ഓ. അവിടെ സഹായത്തിന് എന്റെ അമ്മ മാത്രമേ ഉള്ളൂ. മോൻ വിദേശത്താ. ഇപ്പൊ എന്നെ വിളിച്ച് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. കമല പോയാ ഇപ്പോ ഇവിടുത്തെ കാര്യങ്ങള്? ആ, ഞാൻ സേവയിൽ വിളിച്ച് പകരം ഒരാളിനെ അറേഞ്ച് ചെയ്യാം. അതാ സാർ നല്ലത്. ഞാനത് അപ്പുവിനോട് പറയായിരുന്നു. ഞാനെന്നാ അമ്മയൊന്ന് വിളിച്ചു നോക്കട്ടെ. ആ, പകരം ഒരാളിനെ അറേഞ്ച് ചെയ്ത് കിട്ടും. പക്ഷേ കമലയെപ്പോലെ ഒരാള് പകരക്കാരെ ആരെ അറേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല അമ്പിമാമ. എന്റെ കാര്യങ്ങള് എനിക്കിപ്പോ തനിച്ച് മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഏയ്, അത് പറ്റില്ല. പോ, നീ തനിച്ച് എത്രയാന്ന് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ എനിക്കും സഹായിക്കുന്നതിന് ചില പരിധികളുണ്ടല്ലോ. ഇനി എന്തായാലും പകരം ഒരാളെ നോക്കുന്നതാ നല്ലത്. ഞാനൊന്ന് പറയട്ടെ, നമ്മൾ ചിലപ്പോ 2-3 ദിവസം കൂടി ഇവിടെ കാണാൻ ചാൻസ് ഉള്ളൂ.